വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്, കൂർക്ക എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ മടി കാരണം കൊണ്ട് നമ്മൾ കുറേ ആൾക്കാർ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതിനാണ് 2 രീതിയിലാണ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് എളുപ്പം നിങ്ങൾ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ആദ്യം നമുക്ക് കൂർക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കുക കേട്ടോ. ആ മണ്ണൊക്കെ പോണേ. അരമണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 10-15 പ്രാവശ്യം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കണ്ട, ഇതിനുള്ള മണ്ണൊക്കെ പോയിട്ടുണ്ട്. ഇത് നമ്മൾ മേടിക്കുമ്പോൾ 2 ടൈപ്പ് ഉണ്ടാവും. കുറച്ചും ബ്ലാക്ക് ആയിട്ടുണ്ടാവും, കുറച്ചും ഒരു മണ്ണിൻ്റെ കളർ ഒരു ചുവപ്പായിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് മേടിച്ചാൽ നല്ലത് കേട്ടോ. ഇനി ഈ കുറുക്ക് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. 2 സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട, ഇത് കുറച്ച് വലുത് കേട്ടോ. ഇത് 2 കൂടിയിട്ട് നന്നായിട്ട് മണ്ണില്ലാതെ കഴുകി വെക്കുക കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടെടുക്കുക. കുക്കർ എടുക്കുക, അതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. ഇട്ടെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. പിന്നെ വിസിൽ വന്ന ശേഷം നമുക്കിത് ഓഫാക്കിയ ശേഷം ഒരു 2 മിനിറ്റ് മാറ്റി വയ്ക്കും. മാറ്റി വെച്ച ശേഷം ആ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് പ്രഷർ കളഞ്ഞിട്ട് കൂർക്ക അതിലുണ്ട് എടുക്കുകയാണെന്നല്ലോ കേട്ടോ. കുറേ നേരം വെക്കേണ്ട വിസിലായ ശേഷം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കണ്ടാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാം കേട്ടോ. ഇനി ഇങ്ങനെ അരിയുടെ ചാക്ക് ഉണ്ടാവില്ലേ, അതെടുക്കുക. അതില്ലെങ്കിൽ നമ്മൾ ലുള്ളിലേക്ക് പോകുമ്പോൾ അത് കവർ കിട്ടാറില്ലേ, അതെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ കവറല്ലേ കിട്ടാറുള്ളത്. ഇവിടെയാണ് അരിയുടെ ചാക്കുള്ള കാരണം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ കടുകി വെച്ചില്ലേ, ആ കൂർക്ക നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക. വെള്ളമില്ലാതെ ഇട്ട് കൊടുത്താൽ മതിയേ. കണ്ട, ഇങ്ങനെ തിരിച്ച് പിടിക്കുക. ഭയങ്കര ടൈറ്റായിട്ട് പിടിക്കാൻ ആവശ്യമില്ല. ഇത് ഇതിൽ കാണിക്കണമെന്നില്ല, ഇങ്ങനെ വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കുക. ഒരു 5-6 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. കണ്ടാ, നിങ്ങൾ തന്നെ കണ്ട, അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്തെങ്കിലും അതുള്ളി പോവാതുണ്ടെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണെന്നുള്ളൂ കേട്ടോ. കണ്ട, നമ്മൾ എത്ര പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്.
കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലേ, അതുകൊണ്ട് പെട്ടെന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇത് എളുപ്പമിട്ടാണ് ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ കുക്കർ നോക്കാം. കണ്ട കുക്കർ ഇതായിട്ടുണ്ട്. വയ്ക്കുക. ആ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ആ പ്രഷർ നമുക്ക് ഒരു കത്തി കൊണ്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പ്രഷർ പോയി കിട്ടും. നമുക്കത് സൈഡിലേക്ക് വയ്ക്കാം. നമ്മൾ കൂർക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂർക്ക് നമുക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. കണ്ട ഇത്തിരിക്കുള്ളോട്ടാ, നമ്മളെല്ലാം വൃത്തിയാക്കാൻ ആവശ്യമൊന്നുമില്ല. കണ്ട നമ്മൾ പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുത്തത്. ഇതിപ്പോൾ നമുക്ക് കുറുക്ക് കടുകി എടുക്കുമ്പോൾ 2 പാത്രം വയ്ക്കുക. നിറച്ച വെള്ളം എടുക്കുക കേട്ടോ. ആ വെള്ളത്തിലൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കടുകി എടുക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു 4 പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കണ്ട ഇത്രയല്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. സാധാരണ വെള്ളം എടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ആ കുറുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് വേറെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കുറുക്ക് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിക്കാൻ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. മറ്റു ടൈപ്പ് കുറുക്കാണെങ്കിൽ മറ്റു ടൈപ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തില്ലേ, അതെങ്കിൽ നമുക്ക് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് കുഴപ്പമില്ല. കണ്ട എത്ര ഈസി ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളി ടിപ്പല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര ഈസി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വേഗം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. കണ്ട ഞാൻ എല്ലാം കൂടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. തൊള്ളിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ തൊലി മാറ്റുമ്പോൾ വേറെ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ആ വെള്ളം കളഞ്ഞാൽ മതി. വേറെ ഇതൊന്നും കടുകാൻ ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ട രണ്ടും നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 2 പാത്രത്തിൽ വെള്ളം വെച്ചിട്ടായിരിക്കണം കേട്ടോ. നമുക്ക് 2 ആവശ്യമില്ല. ഇപ്പം നമ്മൾ കുക്കറിലിട്ട് ക്ലീൻ ചെയ്തത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക. നമ്മൾ ക്ലീൻ ചെയ്തത് നമുക്കൊരു സിപ്പിലൊക്കെ കവറുണ്ടാവില്ല, അതിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചാൽ പെട്ടെന്നായിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. കുറുക്ക് കൊണ്ട് കുറേ പരിപാടികളുണ്ടാവുമല്ലോ. ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഒരു 2 ആഴ്ച വർക്ക് കുഴപ്പമുണ്ടാവില്ല. നമുക്കിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. പിഴിവെള്ളം മുതൽ നമുക്കിങ്ങനെ ചെയ്തിട്ട് വെച്ചാൽ മതി.
ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ചതച്ചിട്ടെടുക്കാം. ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ക്രഷ്ഡ് ചില്ലി അതാണ് എടുക്കണമെന്നുണ്ട്. അതൊന്ന് ചതച്ച് വെച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി ഈ കുറുക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എങ്ങനത്തെ പീസുകളാണ് വേണ്ടത് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്താ കണ്ട മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറുക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഇതിൽ ഉപ്പ് കുറവുണ്ടാവും കേട്ടോ. നമ്മളതിലിട്ടാലും ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടാവും. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ടേസ്റ്റിനൊക്കെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇത്രയല്ല കേട്ടോ. അടിപൊളി നമ്മൾ കൂർക്ക് എങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് കണ്ടില്ലേ. വീട് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നാണ് വിചാരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.